എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഇഞ്ചിക്കറിയാണ്. ഒരു സ്പെഷ്യലായിട്ടുള്ള ഇഞ്ചിക്കറിയാണ്. ഈ ഇഞ്ചിക്കറി കഴിച്ച് കഴിയുമ്പോൾ തോന്നുന്നത് ഇത് എവിടെയോ കഴിച്ച ടേസ്റ്റ് ഉണ്ടല്ലോ ഇഞ്ചിക്കറിക്കെന്ന്. നമ്മളിപ്പോൾ ഫ്രണ്ട്സിനൊക്കെ കല്യാണത്തിന് പോകുമ്പോൾ ആ കല്യാണ സദ്യയിൽ വിളമ്പുന്ന ഇഞ്ചിക്കറിയുടെ ടേസ്റ്റിലുള്ള ഒരു ഇഞ്ചിക്കറിയാണിത്. എൻ്റെ കസിൻ ബ്രദറിൻ്റെ വൈഫാണ് ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നതിൻ്റെ മെത്തേഡ് എനിക്ക് പറഞ്ഞു തന്നത്. ഈ ഇഞ്ചിക്കറിയിൽ 2-3 സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ 200 ഗ്രാം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. 200 ഗ്രാം ഇഞ്ചി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ചുവന്നുള്ളിയാണ്, അല്ലെങ്കിൽ ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി ഒരു 100 ഗ്രാം അല്ലെങ്കിൽ 150 ഗ്രാം ചെറിയ ഉള്ളി എടുത്ത് അത് തൊലിയെല്ലാം കളഞ്ഞ ശേഷം വട്ടത്തിൽ കട്ട് ചെയ്ത് വെക്കണം. പിന്നീട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പിടണം. ഉഴുന്നിട്ടിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നവരെ വറുത്തെടുക്കുക. വറുത്തെടുത്തിട്ട് അത് നല്ലതുപോലെ തണുക്കണം. തണുത്ത ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കണം. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് വാളംപുളി ഇട്ട ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷം അതിലേക്ക് 2-3 ഉണക്കമുളക് ഒന്ന് 2ആക്കി കട്ട് ചെയ്തിട്ട് അത് ഇടണം. അരിഞ്ഞു വെച്ച ചുവന്നുള്ളി ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടണം. നല്ലതുപോലെ വറുത്തെടുക്കണം. നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നവരെ വറുത്തെടുക്കണം. ഉള്ളി ഒരുവിധം മൂത്തിട്ടുണ്ട്. ഇനി അത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ആ സെയിം പാൻ തന്നെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. ആ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി ഇടാം. രണ്ട് 3 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇടണം. വേണമെങ്കിൽ 2-3 പച്ചമുളക് ഇടാം കേട്ടോ. പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇടാം. പിന്നീട് കുറച്ച് ഉപ്പും കൂടെ ഈ സമയത്ത് ഇടുകയാണെങ്കിൽ നല്ലതാണ്. നല്ലതുപോലെ വറുത്തെടുക്കണം. ഇപ്പോൾ ഇഞ്ചി പാത്രത്തിൻ്റെ അടിയിലേക്ക് പറ്റിപ്പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ചേർക്കേണ്ട ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റാണ് ബട്ടറാണ് ഞാൻ ചേർക്കുന്നത്. സാധാരണ ഇഞ്ചിക്കറിയിലൊന്നും നമ്മൾ ചേർക്കാത്ത ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഈ ബട്ടർ. 1.5 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോ ചേർക്കാം. ബട്ടർ ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി ആ ബട്ടർ ഇട്ട് ഇളക്കുമ്പോൾ ആ പാനിൽ പറ്റിപ്പിടിച്ച ഇഞ്ചിയെല്ലാം നല്ലതുപോലെ ഇളകി വരും. എന്നിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. ഇഞ്ചി നല്ല ഒരു ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണം. ഇനി വേറെ വെളിച്ചെണ്ണയൊന്നും ഇതിൽ ചേർക്കരുത്. ഇഞ്ചി നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ആ ഇഞ്ചിയിലേക്ക് വറുത്ത് വെച്ച ആ ചെറിയ ഉള്ളി ഇടണം. ഞാൻ ചെറിയ ഉള്ളിയും ഇഞ്ചിയെല്ലാം കൂടി ആ ബട്ടറിൽ കിടന്നിട്ട് ഒന്നും കൂടെ 1-2 മിനിറ്റ് ഒന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി
ഒന്ന് മിക്സ് ചെയ്യണം. ആ ബട്ടറിൻ്റെ ടേസ്റ്റ് ഉള്ളിലേക്കും എല്ലാം വരട്ടെ. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. മല്ലിപ്പൊടി ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ, എരിവുള്ള മുളക് പൊടി 2 ടേബിൾ സ്പൂൺ. ആ പൊടികളിട്ട് ചെറിയ തീയിൽ നല്ലതുപോലെ ഒന്ന് മൂപ്പിക്കണം. ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ കായം പൊടിയാണ്. കായം പൊടിച്ചത് 1 ടീസ്പൂൺ. ഒരു ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, ഉലുവ വറുത്ത് പൊടിച്ച പൊടിയാണ് 1 ടീസ്പൂൺ. പിന്നീട് ഇപ്പോൾ ചേർത്തിരിക്കുന്നത് നമ്മൾ ഉഴുന്ന് വറുത്ത് പൊടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഉഴുന്ന് വറുത്ത് പൊടിച്ചത് ഫുള്ളായിട്ട് ഞാൻ ചേർത്ത 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് വറുത്ത് പൊടിച്ച പൊടിയാണ്. അത് മുഴുവനും അതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അത് ചെറിയ തീയിൽ വെച്ചിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ പൊടികളെല്ലാം നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് പുളി വെള്ളം ഒഴിക്കണം. പുളി പിഴിഞ്ഞിട്ട് ഒന്ന് അരിച്ചൊഴിക്കുക. ഇനി നമുക്ക് എത്ര ചാറ് വേണോ അതിനനുസരിച്ച് വെള്ളം ചേർക്കാവുന്നതാണ്. 1 കപ്പോ 1.5 കപ്പ് വെള്ളം ഒഴിച്ച് നോക്കുക. പിന്നീട് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് വെള്ളത്തിൻ്റെ അളവ്. ഇനി അതിലേക്ക് ഞാൻ 1 കഷ്ണം ശർക്കര ചേർക്കുന്നുണ്ട്. ആദ്യം ഞാൻ ചെറിയൊരു കഷ്ണം ചേർക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. അപ്പോൾ ശർക്കരയും ആ പുളിയും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് യോജിക്കട്ടെ. എന്നിട്ട് അത് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ശർക്കരയോ പുളിയോ വേണമെങ്കിൽ പിന്നീട് ചേർക്കാവുന്നതാണ്. ശർക്കര ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇടാം കേട്ടോ. ഇനി ടേസ്റ്റ് നോക്കുക. ഉപ്പോ അതേപോലെ എന്തിൻ്റെങ്കിലും ആ കുറവുണ്ടോ എന്ന് നോക്കണം. നോക്കിയപ്പോൾ അതിനകത്ത് മധുരത്തിൻ്റെ ഒരു അളവ് കുറച്ച് കുറവുള്ളതുകൊണ്ട് കുറച്ചും കൂടിയിട്ട് ശർക്കര ചേർത്തു. ചെറിയ കഷ്ണം കൂടി ശർക്കര ചേർത്തു. പുളിയും അതേപോലെ ശർക്കര എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഒന്നും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇഞ്ചിക്കറിയിൽ എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. പുളിയും മധുരവും എല്ലാം കറക്റ്റാണ്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കായ്പ്പൊടി, ഉലുവപ്പൊടിയും പുളിയും മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇഞ്ചിക്കറിയിലേക്ക് ചേർക്കുക. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം തീ ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇഞ്ചിക്കറിക്ക്. ബട്ടറിൻ്റെ ആ ടേസ്റ്റ്, ബട്ടർ ചേർത്തിട്ടുള്ളതുകൊണ്ട് ബട്ടറും അതേപോലെ തന്നെ ഉഴുന്ന് വറുത്ത് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. പിന്നീട് ചെറിയ ഉള്ളി വറുത്തതും ഇഞ്ചിയും വറുത്തതും എല്ലാം കൂടെ കൂടി വരുമ്പോൾ ഉള്ളല്ലോ ഒരു പ്രത്യേക മണവും അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമായിട്ടുള്ള ഒരു ഇഞ്ചിക്കറിയാണിത്. ഇഞ്ചിക്കറി ഇവിടെ ഇപ്പോൾ ബട്ടറൊക്കെ ചേർത്തുകൊണ്ട് ഇവിടെ നല്ല ചൂടാണ്. ഈ ചൂടിൽ രാവിലെയൊക്കെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ രാത്രിയിൽ ഊണെല്ലാം കഴിഞ്ഞിട്ട് ഇഞ്ചിക്കറി എടുത്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക. ബട്ടർ ചേർത്തുകൊണ്ട് ചിലപ്പോൾ ഇത്ര ചൂടിൽ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അഴുക്കാവാൻ ചാൻസ് ഉണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എന്നെ എഴുതി അറിയിക്കണം. അപ്പോൾ ഈ ഇഞ്ചിക്കറിയും കുറച്ച് ചോറും മാത്രം മതി കഴിക്കാനായിട്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് തൈരും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി.